ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ക്ലാസ് 9ലെ ഹിന്ദി ചാപ്റ്റർ 2. ഓക്കെ, ഛഡ്ഫഡ് ഓർ നഡ്ഖഡ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇംഗ്ലീഷ് ക്ലാസ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായും കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ ഞാൻ വീണ്ടും ക്ലാസ്സസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ പിക്ചറിൽ കാണുന്നുണ്ട് അല്ലേ, ഛഡ്ഫഡ് ഓർ നഡ്ഖഡ്. അപ്പോൾ രണ്ട് കുട്ടികളുടെ കഥയാണ്. ഓക്കെ, ബ്രദേഴ്സ്. ഓക്കെ, ഛഡ്ഫഡ് ഓർ നഡ്ഖഡ്. ഇത് എഴുതിയിരിക്കുന്നത് രമേശ് ഉപാധ്യായ. അവരുടെ പേരാണ് ഛഡ്ഫഡ് ഓർ നഡ്ഖഡ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. एक था छड़फड़, एक था नडखड़. छड़फड़ बड़ा था, नडखड़ छोटा. बड़ा केवल 2 साल बड़ा था, छोटा केवल 2 साल छोटा था. ഏക് താ ഛഡ്ഫഡ്, ഏക് താ നഡ്ഖഡ്. ഓക്കെ, അപ്പോൾ ഒരാളുടെ പേരെന്താണ്? ഛഡ്ഫഡ് എന്നാണ്. ഒരാളുടെ പേര് നഡ്ഖഡ്, മറ്റൊരാളുടെ പേര് അല്ലേ. ഛഡ്ഫഡ് ബഡാദ, അപ്പോൾ ഛഡ്ഫഡ് ബഡ അല്ലേ, വലിയവനായിരുന്നു. നഡ്ഖഡ് ചോട്ടാദ, ചെറിയവനായിരുന്നു അല്ലേ. 1 ഈസ് എൽഡർ, ഛഡ്ഫഡ് എൽഡർ ആണ്, നഡ്ഖഡ് യങ്ങർ. ബഡ കേവൽ 2 സാൽ ബഡാദ, എത്രയാണ്? 2 സാൽ, 2 വയസ്സിന്. ബഡ വലുതാണ്. ചോട്ട കേവൽ 2 സാൽ ചോട്ട, 2 വയസ്സിന് ചെറുതാണ് ഇവന് അല്ലേ. ധോനോ സ്കൂൾ മേ പഠിത്തേതേ, രണ്ടുപേരും സ്കൂളിൽ പഠിക്കുകയാണ് അല്ലേ. ഛഡ്ഫഡ് പാഞ്ച്വി മേ, പാഞ്ച്വി എന്ന് വെച്ചാൽ 5ാം ക്ലാസ്സിലാണ്. ഓക്കെ, അപ്പം നഡ്ഖഡ് തീസ്രി മേ, 2 വയസ്സിൽ ചെറുതാണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഛഡ്ഫഡ് 5ാം ക്ലാസ്സിലും നഡ്ഖഡ് തീസ്രി എന്ന് വെച്ചാൽ 3ാം ക്ലാസ്സിൽ, 3rd സ്റ്റാൻഡേർഡ്. ഓക്കെ, घर से दोनों भाई 7 साल स्कूल जाते और साथ ही वापस घर जाते. അപ്പോൾ ഈ 2 ബായ് അല്ലേ, എന്താണ്, ഒന്നിച്ചാണ്, ഒന്നിച്ചാണ് അവർ സ്കൂളിൽ പോകുന്നത്. അതുമാത്രമല്ല, സാത്ത് ഹി വാപ്പസ് ഗർ ഹാത്തെ, തിരിച്ചു വരുന്നതും ഒന്നിച്ച് തന്നെയാണ്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. വോ ഏക് ഗാവ് മേ രഹത്തെ ദേ, അവരൊരു ഗ്രാമത്തിൽ താമസിക്കുകയാണ് അല്ലേ, വില്ലേജ്. സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി, ദൂസരെ ഗാവ് മേ ഥാ. അപ്പോൾ അവരുടെ ഗ്രാമത്തിലല്ല എന്ത് സ്കൂളുള്ളത്, സ്കൂള് മറ്റൊരു ഗ്രാമത്തിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ വഹാം തക് പൈദൽ ജാനാ പഡ്താ ഹേ. അപ്പോൾ അവിടം വരെ എന്ത്, കാൽനടയായിട്ടാണ് പോകേണ്ടത്. ഓക്കെ, പൈദൽ ജാനാ പഡ്താ താ. ഓർ പൈദൽ ഹി വാപ്പസ് ആനാ പഡ്താ താ, അതുമാത്രമല്ല തിരിച്ചും കാൽനടയായിട്ടാണ് വരേണ്ടത് അല്ലേ. അവരുടെ ഗ്രാമത്തിലല്ല, മറ്റൊരു ഗ്രാമത്തിലാണ്. അപ്പോൾ കുറേ ദൂരെ ആയിരിക്കും അല്ലേ. ജാത്തെ സമയ രാസ്തേ മേ ഉൻഹെ കഹീം ചീസോ മിൽത്തി ദി, അവർ സ്കൂളിൽ പോകുന്ന സമയത്ത് കാൽനടയായിട്ടാണ് പോകുന്നത്. കുറേ സംഭവങ്ങൾ അവർക്ക് കാണും. എന്തൊക്കെയാണ്? പോക്കർ, ബർഗദ്, ഖേത്, ബാഗ്, നാല ഓർ നദി. ഓക്കെ, പോഖർ എന്ന് വെച്ചാൽ എന്താണ്? കുളം. ഓക്കെ, ബർഗദ് ആൽമരം, ഗേത് വെച്ചാൽ വയൽ, ബാഗ് തോട്ടങ്ങൾ, നാല തോട്, ഓർ നദി എന്ന് വെച്ചാൽ നദികൾ അല്ലേ. ഇതൊക്കെ കാണും. വാപ്പസ് ആനെ ഭർ ബി രാസ്തെ മേ ഉन्हें कई चीज़ों मिलती दे. നദി, നാല, ഭാഗ്, ഗേത്, ബർഗദ് ഓർ പോക്കർ. തിരിച്ചു വരുന്ന സമയത്തും അവർക്ക് ഇതൊക്കെ കാണാമായിരിക്കും അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്? ഇത് തന്നെയാണ്. നദി, നാല, ഭാഗ്, ഖേത്, ബർഗദ് ഓർ പോക്കർ. ഓക്കെ, പോക്കർ എന്താ വെച്ചാൽ കുളം, ആൽമരം, വയൽ, തോട്ടങ്ങൾ, തോട്, നദികൾ, ഇതൊക്കെ കണ്ടിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കാം. ഛഡ്ഫഡ് തേസ് ചൽത്താ ഥാ, നഡ്ഖഡ് ധീരെ ധീരെ. അവർ
എന്താണ് ചട്പട് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് നടന്നിരുന്നത്, പക്ഷേ നഡ്ഖഡ് ധീരെ ധീരെ മെല്ലെ മെല്ലെ അല്ല അവനെ കുറച്ച് ചെറുതാണ്. चटपट बरगद तक पहुंच जाता तब तक नडखड़ पोकर तक ही പഹുഞ്ച ഓത്ത. എന്താണ് ചട്പട് നടന്ന് നടന്ന് ബർഗദ് എന്ന് വെച്ചാൽ ആൽമരത്തിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും തബ് തക് അപ്പോഴേക്കും നടുക്കഡ് എവിടെ എത്തിയിട്ടുണ്ടാവും? പോഖർ തക് ഹി പൗഞ്ചാത്ത അല്ലേ, കുളത്തിൻ്റെ അടുത്തേ എത്തിയിട്ടുണ്ടാവുന്നുള്ളൂ. चटपट बाग तक पहुंच जाता तब तक नडखड़ खेत तक ही पहुंच जाता. അപ്പോൾ ചട്പട് ബാഗിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും തബ് തക് നഡ്ഖഡ് എവിടെ എത്തും? ഗേത്ത് തക്ക് പഹുഞ്ച് ജാത്ത, വയലിൻ്റെ അടുത്തേ എത്തുമായിരുന്നുള്ളൂ അല്ലേ. എന്ന് വെച്ചാൽ അവന് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്, ഇവന് കുറച്ച് സ്ലോ ആണ് അല്ലേ. അപ്പോൾ അവന് നടന്ന് നടന്ന് കുറേ മുമ്പിലെത്തിയപ്പോൾ ഇവന് കുറേ പിറകിലായിരിക്കും. ഓക്കെ. चटपट नदी तक पहुंच जाता तब तक नडखड नाले तक ही पहुंच जाता. ചട്പട് ബഡാബായി നടന്ന് നടന്ന് നദിയുടെ അവിടെ എത്തിയുമ്പോഴത്തേക്കും തബ് തക് നഡ്ഖഡ് എവിടെ എത്തിയും? ചോട്ടാബായി എവിടെ എത്തിയിട്ടുണ്ടാവും? നാലേ തക് ഹി പഹുഞ്ച് ജാത്ത, അവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ. മാँ की हिदायत दी कि चटपट को छोटे भाई के ध्यान रखना है. അപ്പം എന്താണ് മാൻ്റെ അവരുടെ അമ്മയുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. എന്ത്? ഹിദായത് ദി ചട്പട് കോ ചോട്ടെ ബായി ഖാ ധ്യാൻ രഖ്ന ഹെ. ബ്രദറിന് തൻ്റെ അനിയനെ ധ്യാൻ രഖ്ന, നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് അമ്മ പറഞ്ഞിരുന്നു. നഡ്ഖഡ് കോ അപ്പനെ സാഥ് ഹി രഖ്ന ഹെ, ഒന്നിച്ച് തന്നെ പോകണമെന്ന് അമ്മ നിർദ്ദേശം കൊടുത്തിരുന്നു. ഓക്കെ. इसलिए चटपट को आगे निकल जाने पर പീച്ചെ മുഡ്കർ ദേഖ്ന പഡ്താ ഹെ. പക്ഷേ അതുകൊണ്ട് തന്നെ ഇവന് എന്താണ് മുമ്പോട്ട് ഇവനേക്കാളും ഒരുപാട് മുമ്പിലാണെങ്കിലും അവൻക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വരും അല്ലേ, ഇവന് എവിടെയാണെന്ന്. उन्हें नडखड को पुकार कर जल्दी चलने के लिए कहना पड़ता है. അപ്പോൾ ഇവന് ചട്പട് കുറേ മുമ്പിലും നഡ്ഖഡ് അനിയന് കുറേ ബാക്കിലുമാണല്ലേ യങ്ങർ ബ്രദർ. അപ്പോൾ ഇവനിങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഒച്ചത്തിൽ പുക്കാർക്കർ എന്ന് വെച്ചാൽ ഉച്ചത്തിൽ വിളിച്ച് പറയുക, പെട്ടെന്ന് വരാൻ വേണ്ടി അവനക്ക് വിളിക്കേണ്ടതായിട്ടും വരും. ബാർ ബാർ റുക്കർ നഡ്ഖഡ് കാ ഇന്തസാർ കർനാ പഡ്താ ഹെ. പിന്നെ അതുമാത്രമല്ല എന്താണ് ഇവന് ബാക്കിലാവുന്നത് കൊണ്ട് തന്നെ ഇവൻക്ക് കുറേ മുമ്പിലെത്തും അല്ലേ. അപ്പോൾ അവന് അവിടെ നിന്നിട്ട് ഇന്തസാർ ഇവനെ കാത്തു നിൽക്കേണ്ടതായിട്ട് വരും. ഇവൻ അടുത്തെത്തും വരെ അവന് കുറേ സമയം അവിടെ നിൽക്കണം അല്ലേ. കബി സ്കൂൾ ജാനെ കെ ലിയെ ദേരി ഹോത്തി देख नडकर का हाथ पकड़कर अपने साथ दौड़ान ബി പഠിത്ത. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആവുന്നത് കൊണ്ട് തന്നെ സ്കൂളിൽ പോവാൻ ദേരി ഹോത്തി ഹേ, കുറേ ലേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹാത്ത് പക്കടുക്കർ നഡ്ഖഡിൻ്റെ കൈ പിടിച്ചിട്ട് ഒന്നിച്ച് ദൗഡാന ബി പഠിത്താ ഹേ. ദൗഡാന എന്ന് വെച്ചാൽ ഓടേണ്ടതായിട്ടും വരാറുണ്ട്. കാരണം സ്കൂളിൽ പോവാൻ ലേറ്റ് ആവുന്നുണ്ട് അല്ലേ, ഈ ബ്രദർ ഇങ്ങനെ മെല്ലെ മെല്ലെ നടക്കുന്നത് കൊണ്ട്. ഓക്കെ. चटपट परेशान हो जाता और घर लौटकर माँ से शिकायत करता. അപ്പോൾ ഈ ചട്പട് പരേഷാൻ എന്ന് വെച്ചാൽ അവൻക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. ഹോ ജാത്ത ഓർ ഥർഡ് ഗർ ലൗട്ട്കർ മാ സെ ഷിക്കായത് കർത്ത. അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവനിങ്ങനെ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ അവൻ എന്ത് പറയും? വീട്ടിൽ തിരിച്ചെത്തി അമ്മയോട് പരാതി പറയും. ഷിക്കായത്ത് എന്ന് വെച്ചാൽ പരാതി പറയുക. ഓക്കെ, അമ്മയോട് പരാതി പറയാറുണ്ടായിരുന്നു. മാ ചോട്ടാ ബഹുത് പരേഷാൻ കർത്താ ഹേ. ചോട്ടാ അപ്പോൾ അവന് അമ്മയോട് പറയും എന്താണ്? ചോട്ട അനിയൻ അല്ലേ, അനിയൻ ബഹുത് പരേഷാൻ കർത്താ ഹേ, എന്നെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ മാ എന്ത് പറയും? ചോട്ടാ ഹേന മാ മുസ്ക്രാ ദേത്തി. ചെറിയതല്ലേ, അവന് കുഞ്ഞല്ലേ, അങ്ങനെ അമ്മ ചിരിക്കും. ഓക്കെ, അവന് നിന്നേക്കാളും ചെറുതല്ലേ. ഓർ ബഡേക്കോ തോ ചോട്ടേ കാ ധ്യാൻ രഖ്നാ ഹി പഡ്താ ഹേ. എന്താണ് ബഡേ വലിയ ആളെ എന്ത് ചെയ്യണം? ബ്രദർ അതിൻ്റെ യങ്കർ ബ്രദറിനെ
ധ്യാൻ രഖ്നാ ഹി പഡ്താ ഹേ. അവനെ എപ്പോഴും ആരാണ്, യങ്ങർ ബ്രദറാണ് നോക്കേണ്ടതല്ലേ. അങ്ങനെ അമ്മ പറയും ചിരിച്ചോണ്ട്. തഡ്പഡ് ചുൻച്ലാത്ത പർ കുച്ച് കഹ്ന പാത്ത. എന്താണ് ചട്പട് ചുൻച്ലാത്ത എന്ന് വെച്ചാൽ ദേഷ്യവും സങ്കടവും ഒക്കെ വരുമ്പോൾ ദേഷ്യവും സങ്കടമൊക്കെ തോന്നില്ലേ, ആ ഒരു അവസ്ഥയ്ക്കാണ് ചുൻച്ലാത്ത എന്ന് പറയുന്നത്. പർ കുച്ച് കഹ്ന പാത്ത. പക്ഷെ ഒന്നും പറയാൻ കഴിയില്ല, കാരണം എന്താണ്, ബഡാദ. അപ്പോൾ ഈ ചോട്ടാ ബായ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവനക്ക് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ വരും, പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇവനെ അറിയാമല്ലേ, ഇവനെ ബഡയാണ് അല്ലേ. അപ്പോൾ ചോട്ട ചെറിയവരെ നോക്കേണ്ടത് വലിയവരുടെ കടമയാണെന്ന് ഇവനെ അമ്മ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലേ. ചോട്ടെ കാ ധ്യാൻ തോ ഉസേ രഖ്നാ ഹി ദാ. അപ്പോൾ ചോട്ട ചെറിയവനെ അല്ലേ, ഇവൻ്റെ യങ്ങർ ബ്രദറിനെ ധ്യാൻ രഖ്ന എന്താണ്, ഇവൻ്റെ കർത്തവ്യമാണ് അല്ലേ. लेकिन उसे लगते कि नड़कड़ कुछ ज़्यादा ही नड़कड़ दे. അപ്പോൾ നടുക്കട് എന്ന് ഇവനക്ക് മനസ്സിലാവും എന്താണ് നടുക്കട് എന്ന് പറയുന്നത്, കുറച്ച് അവൻ്റെ ആ ഒരു കുസൃതി കുറച്ച് കൂടുതലല്ലേ. കുച്ച് ജ്യാദാ ഹി നടുക്കട് ഹേ. നടുക്കട് എന്ന് വാക്കിൻ്റെ അർത്ഥം തന്നെ കുസൃതി എന്നാണ്. ഓക്കെ, നോട്ടി ബോയ് എന്നാണ്. അപ്പം നടുക്കട് കുച്ച് ജ്യാദാ ഹി നടുക്കട് ഹേ എന്ന് അവൻക്കറിയാം. ഓക്കെ. रास्ता चलते रुक कर पोकर के पानी के अंदर की मछलियाँ और पानी के ऊपर की बतकों देखने लगते हैं. എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഇവന് ഇങ്ങനെ രാസ്തേ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ നിൽക്കാറുണ്ടായിരുന്നല്ലേ. അപ്പോൾ എന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അവന് രുക്കർ പോക്കർ കെ പാനി കെ അന്തർ, കുളത്തിൻ്റെ പാനി അതിൻ്റെ വെള്ളത്തിൻ്റെ ഉള്ളിലുള്ള മച്ചലിയാം മീനുകളെ, ഓർ പാനി കെ ഊപ്പർ സി ബത്തക്ക് എന്ന് വെച്ചാൽ എന്താണ്, ഡക്ക്. ഓക്കെ, ഡക്കിനെയൊക്കെ അവനിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഓക്കെ. बरगद की ऊपर से नीचे आती चढ़े पकड़कर झूलने लगता है. ബർഗദ് എന്ന് വെച്ചാൽ എന്താണ്, ആൽമരത്തിൻ്റെ മറ്റേ വേരുകളിൽ ഉണ്ടാവുന്നില്ല ഇങ്ങനെ താഴെ തൂങ്ങിക്കിടക്കുന്ന അത് പിടിച്ചിട്ട് ചൂലിനെ ലഗ്ത, ഇങ്ങനെ ഊഞ്ഞാലാടും അവന്, അത് പിടിച്ച് ഇങ്ങനെ ആടും. ഇതൊക്കെയാണ് അവൻ്റെ ജോലി എന്ന് പറയുന്നത് അല്ലേ. അവൻ അവിടെ നിന്നിട്ട് ഇതൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെന്താണ്, ഗേത് മേ ദുസ്കർ ഗാനേക്ക് കോയി ചീസ് ഗോജ്നെ ലഗ്താ ഹെ. ഗേത്ത് എന്ന് വെച്ചാൽ എന്താണ്, വയൽ. ഈ വയലിൽ കൃഷിയിടത്തിൽ പോയിട്ട് ഗാനേക്ക് കോയി ചീസ് ഗോജ്നെ ലഗ്താ ഹെ. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവന് തിരയും. പിന്നെന്താണ്, ബാഗ് സെ ഗുജ്രനെ പർ ആം യാ ആംറൂദ് തോഡ്നെ ലഗ്താ ഹെ. അത് മാത്രമല്ല പിന്നെന്താണ്, ബാഗ് സെ ഗുസർനെ പർ ആം യാ അമൃത് തോഡ്നെ ലഗ്താ ഹെ. എന്താണ്, ബാഗ്സെ തോട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ആം യാ അമ്രൂദ്, ആം എന്ന് വെച്ചാൽ മാംഗോ, അമ്രൂദ് ഗ്വാവ പേരക്ക അല്ലേ. തോടിനെ ലഗ്താഹെ, അതും അവന് പൊട്ടിച്ചെടുക്കാറുണ്ട്. തോടിന പൊട്ടിക്കുക. ഓക്കെ. नाले को उधर से इधर और इधर से उधर छलांग लगाकर പാർ കർനെ കാ ഖേൽ ഖേൽനെ ലഗ്താ ഹെ. നാലെ എന്താണ്, തോടുകളിൽ എന്ത് ചെയ്യും അവന്, ഉധർ സേ ഇധർ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ടും, ഓർ ഇധർ സേ ഉധർ ഇവിടെ നിന്ന് അങ്ങോട്ടും, അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും, ആ രണ്ട് സൈഡിൽ ഇങ്ങനെ എന്താണ് ചലാങ്ക് ലഗാക്കർ പാർ കർണ, ഇങ്ങനെ തുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു കളിയൊക്കെ അവൻക്കറിയാമായിരുന്നു. ഓക്കെ. ഖേൽ ലഗ്താ ഹെ. നദി കെ പുൽ കോ ജൽദി സെ പാർ കർനെ. നദി എന്ന് വെച്ചാൽ നദി കെ പുൽ എന്ന് വെച്ചാൽ ബ്രിഡ്ജ്. ഓക്കെ, പാലം. ജൽദി സെ പാർ കർനേക്ക്, പെട്ടെന്ന് കടക്കുന്നതിന് പകരം നടുക്കട് എന്ത് ചെയ്യും, ബജായ് ഉസ്കി മുണ്ടർ സെ ഠീക്കർ നീച്ചെ ബഹ്തി നദി കോ നിഹാർനെ ലഗ്താ ഹെ. പെട്ടെന്ന് കടക്കുന്നതിന് പകരം അവനെന്ത് ചെയ്യും, അതിൻ്റെ കൈവരിയിൽ, മുണ്ടേർന്ന് വെച്ചാൽ കൈവരിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ താഴെ നദീനെ നോക്കി ഇങ്ങനെ നിഹാറിനെ ലഗ്താഹെ, ഇങ്ങനെ നോക്കിയിരിക്കും. ഓക്കെ, ഇങ്ങനെ എന്തോ ആലോചിച്ചിരിക്കും, നിരീക്ഷിക്കും. ഓക്കെ, നിരീക്ഷിക്കും. നിഹാറിനെ എന്ന് വെച്ചാൽ നിരീക്ഷിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ കുട്ടി അല്ലേ
നടുക്കട് എന്ന് പറയുന്ന കുട്ടി നല്ലൊരു നിരീക്ഷണ പാഠവുമുള്ള കുട്ടി കൂടിയാണ് അല്ലേ. അവന് ഭയങ്കര നോട്ടിയാണ്. അവൻ എന്തൊക്കെയാണ് ചെയ്യാറ്? തോടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറച്ച് കിടക്കുന്ന കളി കളിക്കും. പിന്നെന്താണ്, തോട്ടത്തിൽ കയറി മാംഗോ അല്ലെങ്കിൽ ഗുവാവ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. വയലിലൊക്കെ കയറി, കൃഷിയിടത്തിൽ കയറി എന്തെങ്കിലും കഴിക്കാനുള്ള സംഭവങ്ങളുണ്ടോ എന്നൊക്കെ നോക്കും അല്ലേ. ഓക്കെ, നെക്സ്റ്റ്. ഏക് ദിൻ തോ നട്കഡ് ഹദ് ഹി കർദി. ഒരു ദിവസം നട്കഡ് ഹദ് ഹി കർദി. ഹദ് എന്ന് വെച്ചാൽ കുറച്ചധികമായി. ഓക്കെ, അവൻ്റെ കുസൃതി കുറച്ചധികം കൂടിപ്പോയി. ദോനോ ഭായി സ്കൂൾ സെ ലൗട്ട് രഹേദേ. രണ്ടാളും സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയമായിരുന്നു. ഓക്കെ, നദി കാ പുൽ ആയ. നദീൻ്റെ ബ്രിഡ്ജ് അല്ലേ, ബ്രിഡ്ജിലേക്ക് എത്തി. तो नडखड पुल पर चढ़ने के बजाय नीचे उतर गया. അപ്പോൾ അവൻ എന്ത് ചെയ്തു? നദിക്ക് പുൽ പർ ചഡ്നേക്കോ ബജ, അതിൻ്റെ ഓക്കെ, അപ്പോൾ അവന് പാലത്തിൻ്റെ മുകളിൽ കയറാതെ താഴെ പോയി അല്ലേ. നീച്ചെ ഉത്തർ ഗയ ഓർ നദിക്ക് കിനാരെ ജാ പഹുഞ്ച. നദിയുടെ തീരത്തേക്ക് പോയി. ഓക്കെ, മുകളിൽ കയറാണ്ട് നദിയുടെ തീരത്തേക്ക് പോയി. बस्ते में पहले से बनाकर रखी हुई कागज़ की 2 नावें निकाली और एक एक करके बहते पानी में छोड़ दी. അവൻ എന്താണ് ചെയ്തത്? ബസ്തേ മേ, ബസ്തേ എന്ന് വെച്ചാൽ ബാഗ്. ഓക്കെ, അവൻ്റെ ബാഗിലുള്ള പെഹ്ലെ സെ ബനാക്കർ രക്കി ഹുയി, മുമ്പേ അവൻ ഉണ്ടാക്കി വെച്ച കാഗസ് കി 2 നാവേം. കാഗസ് എന്ന് വെച്ചാൽ കടലാസ്, പേപ്പർ. ഓക്കെ, പേപ്പറിലുണ്ടാക്കിയ നാവേം 2 തോണികൾ എടുത്ത് എന്ത് ചെയ്തു? ഏക് ഏക് കർക്കെ, 2 ഓരോന്നായിട്ട് എടുത്ത് ബഹത്തെ പാനിമേ ചോടി, ഈ നദിയിൽ ഇട്ടു. നാവേം വഹ് ചെലി. ഓക്കെ, അപ്പോൾ എന്ത്, അത് പോയി അല്ലേ, അത് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. തോ നഡ്കഡ് കുഷ് ഹോക്കർ ലാ താലി ബജാനെ ലഗ. അപ്പോൾ ഇത് ഇങ്ങനെ ഒഴുകി പോകുന്നത് കണ്ടപ്പോൾ അവന് സന്തോഷത്തോടെ താലി ബജാനെ ലഗ, ഇങ്ങനെ കൈയടിച്ച് ഉച്ചത്തിൽ ചിരിച്ചു. ഓക്കെ, അവന് ഭയങ്കരമായിട്ട് സന്തോഷമായി അല്ലേ. ഉധർ പുൽ പർ പൗഞ്ച് ചുക്കെ ചട്പടിനെ പീച്ചെ മുഡ്കർ ദേക്ക. അപ്പോൾ ചട്പട് എന്ത് ചെയ്തു? അവന് ഈ പുൽ പാലത്തിൻ്റെ ബ്രിഡ്ജിൻ്റെ മുകളിലെത്തിയല്ലേ. മുകളിലെത്തിയപ്പോൾ അവനിങ്ങനെ തിരിഞ്ഞു നോക്കി. പീച്ചെ മുഡ്കർ, തിരിഞ്ഞു നോക്കിയപ്പോൾ നോക്കിയപ്പോൾ എന്ത് കണ്ടു? തോ നഡ്കഡ് നഹി ദിക്ക. നഡ്കഡിനെ കാണാനില്ല അല്ലേ. ചട്പട് ഗബ്ര ഗയ. അപ്പോൾ ചട്പടിന് ഭയങ്കര പെട്ടെന്ന് പേടി തോന്നി, അവനെ കാണുന്നില്ല അല്ലേ. കി നഡ്കഡ് കഹാ ഗയ. നഡ്കഡ് എവിടെ പോയി? താലി ബജ്നയ്ക്ക് ആവാസ് സുൻകർ നീച്ചെ ദിക്ക. അപ്പോൾ ഇങ്ങനെ കൈയടിക്കുന്ന ശബ്ദം കേട്ടു അവന്. അത് കേട്ടപ്പോൾ അവൻ താഴെ നോക്കിയല്ലേ. നീച്ചെ ദേക്ക. തോ നഡ്കഡ് നീച്ചെ നദി കിനാരെ ഖടാദിയ. അപ്പോഴാണ് അവന് കണ്ടത് എന്ത്? നദിയുടെ കരയിൽ ഇവന് നിൽക്കുന്നതായിട്ട് കണ്ടത്. ചട്പടുക്കോ ഉസ് പർ ബഡാ ഗുസ്സ ആയ. അപ്പോൾ ചട്പടിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നല്ലേ. നദിയുടെ സൈഡിലാണ് പോയിരിക്കുന്നത്. ജോർ സി ചില്ലാക്കർ ബോല, ഹരേ ചോട്ടെ തും വഹാ നീച്ചെ ക്യാ കർ രഹേ ഹോ. അപ്പോൾ അവനക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അപ്പോൾ ഭയങ്കര ജോർസി, ഭയങ്കര ദേഷ്യത്തിൽ അവന് ചില്ലാക്കർ, ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ശബ്ദത്തോടെ പറഞ്ഞു. അരേ ചോട്ടെ തും വഹാ നീച്ചെ ക്യാ കർ രഹേ ഹേ. നീ എവിടെ താഴെ എന്താണ് എടുക്കുന്നത്? ബ്രദർ ചോദിക്കുകയാണ്, ചോട്ടെ. അപ്പം നഡ്കഡിനെ ചൗക്കർ ഊപ്പർ തേക്ക ഓർ നദി കിനാരെ രക്ക അപ്പനെ ബസ്ത ഉടാനെ കെ ലിയെ ചുക്ക. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഈ ശബ്ദം കേട്ടിട്ട് ചൗക്കർ ഊപ്പർ തേക്ക, ഇങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഓക്കെ, അപ്പോൾ ഇവനിങ്ങനെ ഉച്ചത്തിൽ വിളിച്ചപ്പോൾ അവന് നഡ്കറിനെ ചൗക്കർ ഊപ്പർ ദേക്ക. നഡ്കഡ് ചൗക്കർ എന്ന് വെച്ചാൽ ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി, മുകളിലോട്ട് നോക്കി. ഓക്കെ, ഊപ്പർ ദേക്ക ഓർ നദിക്ക് കിനാരെ രക്ക അപ്പനെ ബസ്ത ഉടാനെ കേലിയെ ചൂക്ക. അപ്പോൾ അവൻ്റെ നദിയുടെ സൈഡിൽ വെച്ചിട്ടിരുന്ന ബസ്ത, അവൻ്റെ ബാഗ് എടുക്കാനായിട്ട് ഇങ്ങനെ കുനിഞ്ഞു. ഓക്കെ, അച്ചാനക് ഉസ്കാ ഭാവ്
ഫിസ്ല ഓർ വഹ് പാനി മേ ഖിർ പട. അപ്പോൾ ഉസ്കാ പാവ് എന്ന് വെച്ചാൽ കാല് എന്തായി ഫിസ്ല തെന്നിപ്പോവുക. ഓർ വഹ് പാനി മേ ഗിർ പട, അവന് എന്തായി കാല് തെന്നി വെള്ളത്തിലേക്ക് വീണുപോയി. ഓക്കെ. പാനി കാ വഹാബ് തേസ് ദ, പാനിയുടെ ഒഴുക്ക് ഭയങ്കരമായിരുന്നു. ഓക്കെ, നദിയിലെ ഒഴുക്ക് ഭയങ്കരമായിരുന്നു. ഓർ നടുക്കട് കോ തൈർന നെഹി ആത്താത, നടുക്കടിനാണെങ്കിൽ നീന്താനും അറിയില്ലായിരുന്നു. ചോട്ടാസാഹി തോത, അവന് ചെറുതല്ലേ. വഹ് ഗയ, അവനിങ്ങനെ ഒഴുകി പോകുന്നുണ്ടായിരുന്നു. ഡൂബ്തേ ഉത്താർത്തേ ധൂർ ജാനേ ലഗ, അവന് പൊങ്ങിയും താഴ്ന്നും ഇങ്ങനെ നദിയിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നത് ഇങ്ങനെ ചട്പട് മുകളിൽ നിന്ന് കാണുകയായിരുന്നു അല്ലേ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ക്ലാസ് 9 ഇംഗ്ലീഷ് ക്ലാസ്സസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ സ്ക്രീനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.